ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തിരുന്നത്? ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ദൂരവും സ്ഥാനാന്തരവും. എന്താണ് ഡിസ്റ്റൻസ്? പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഡിസ്റ്റൻസ്? എന്താണ് ഡിസ്റ്റൻസ്? ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് അല്ലേ? ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ്. എന്താണ് ദൂരം? സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം അല്ലേ? യെസ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? Displacement is the straight line distance. Displacement is the straight line distance from initial position to the final position. Displacement is the straight line distance from initial position to the final position. എന്താണ് സ്ഥാനാന്തരം? ആദ്യ സ്ഥാനത്തിൽ നിന്ന് അന്ത്യസ്ഥാനത്തിലേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. മറന്നാൻ പാടില്ല. ഈ ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും യൂണിറ്റ് എന്താണ്? അത് മീറ്റർ ആണ് അല്ലേ? ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. മറന്നു പോകാൻ പാടില്ല. ഇനി ഒരു ചെറിയൊരു പോയിന്റ് പറയാനുണ്ട്. നമ്മളിത് വെച്ച് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞത് തന്നെയാണ് അല്ലേ? പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഈ ചെറിയൊരു പോയിന്റ് പറയാനുണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കും. ഇതൊരു പാത്താണ് കേട്ടോ, 20 മീറ്റർ. എയിൽ നിന്നും ബിയിലേക്ക് എത്രയാണ്? 20 മീറ്റർ. ബിയിൽ നിന്നും സിയിലേക്ക് എത്രയാണ്? 20 മീറ്റർ. മറന്നു പോകാൻ പാടില്ല. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം. അടുത്തത് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കാണുന്നില്ലേ? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പറയൂ സ്ഥാനാന്തരം അല്ലേ? നോക്കൂ നിങ്ങൾ, എ ടു ബി. എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ്? എയിൽ നിന്നും ബിയിലേക്ക് എത്രയാണ്? യെസ്, എത്രയാണ്? 20 മീറ്റർ ആണ് അല്ലേ? യെസ്. എയിൽ നിന്നും ബിയിലേക്കുള്ള സ്ഥാനാന്തരം എത്രയാണ്? എയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം. എന്താണ് സ്ഥാനാന്തരം? ഇനീഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ ആണ് അല്ലേ? ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? 20 മീറ്റർ തന്നെയാണ് അല്ലേ? നോക്കൂ, ഇനി അടുത്തത് ഇനി ബി ടു സി. ബി ടു സി എത്രയാണ് ഡിസ്റ്റൻസ്? ബിയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ദൂരം എത്രയാണ്? 20 മീറ്റർ തന്നെയാണ് അല്ലേ? ഇനി ഡിസ്പ്ലേസ്മെന്റോ? ബിയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ പൊസിഷൻ ഇവിടെയാണ്, ഫൈനൽ പൊസിഷൻ ഇവിടെയാണ്. സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കുക ഇവിടുന്ന് അവിടേക്ക് അല്ലേ? എത്രയാണത്? 20 മീറ്റർ തന്നെയാണ്. അപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്താണ്? രണ്ടും ഈക്വൽ ആണ് അല്ലെ? തുല്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ദൂരവും സ്ഥാനാന്തരവും ഈ തുല്യമാവാൻ കാരണം? യെസ്, ഈ ഒരു വസ്തു മൂവ് ചെയ്തത് അല്ലെ? ഈ ഒരു വസ്തു സഞ്ചരിച്ചത് എങ്ങനെയാണ്? നേർരേഖയിലാണ്, സ്ട്രെയിറ്റ് ലൈനിലാണ്. അപ്പോൾ നേർരേഖയിൽ സഞ്ചരിച്ചാൽ ആ വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ ആ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പറഞ്ഞാൽ പാടില്ല. ഒരേ ദിശയിൽ നേർരേഖയിൽ സഞ്ചരിച്ചാൽ ആ വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തരവും എന്താണ്? തുല്യമാണ്. മറന്നു പോകാൻ പാടില്ല കേട്ടോ. ഇനി അടുത്ത പോയിന്റിലേക്ക് നോക്കാം. ശ്രദ്ധിക്കൂട്ടോ. ഒരു പോയിന്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പോയിന്റ്. എയിൽ നിന്നും ബിയിലേക്ക് ഒരു 20 മീറ്റർ എന്ന് വിചാരിക്കാം. ബിയിൽ നിന്നും സിയിലേക്ക് ഒരു 30 മീറ്റർ എന്ന് വിചാരിക്കാം നിങ്ങൾ. ഇനി എയിൽ നിന്നും സിയിലേക്ക് ഒരു 25 മീറ്റർ എന്ന് വിചാരിക്കാം. ഓക്കെ? യെസ്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം അല്ലേ? അടുത്തത് പറയൂ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. യെസ്. എയിൽ നിന്ന് ബിയിലേക്ക് ഇട്ടു. ആദ്യം ഫസ്റ്റ് പോയിന്റ് എന്താണ്? എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്ക് എത്രയാണ് ദൂരം? ഡിസ്റ്റൻസ് എത്രയാണ്? 20 മീറ്റർ ആണ് അല്ലേ? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം എത്രയാണ്? എ ആണ് ഇനീഷ്യൽ പൊസിഷൻ, ബി ആണ് ഫൈനൽ പൊസിഷൻ. സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഞാൻ എത്രയാണത്? അതും 20 മീറ്റർ തന്നെയാണ് അല്ലേ? ഇനി അടുത്തത് നമ്മുടെ എ ടു സി. എയിൽ നിന്നും സിയിലേക്ക്, എയിൽ നിന്നും ബി വൈ സിയിലേക്കാണ് കേട്ടോ. എങ്ങനെയാണ്?
ആ വസ്തു മൂവ് ചെയ്യുന്നത്. എത്രയാണ് ഡിസ്റ്റൻസ്, ദൂരം എത്രയാണ്? 20 + 30 അല്ലേ? 20 + 30 എത്രയായിരിക്കും? 50. നോക്കൂ, സഞ്ചരിച്ച പാതയുടെ നീളമാണ് എന്ത്? ദൂരം അല്ലേ? ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് അല്ലേ? അപ്പൊ ഇയാൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ എടുക്കുക, BYCയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എത്രയാണ്? 20 + 30 എത്രയായിരിക്കും? അത് 50 അല്ലേ? 50 മീറ്റർ ആണ് അതിന്റെ ദൂരം, ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? എ നിന്നും സിയിലേക്ക്? അതാണ് ഇനീഷ്യൽ പൊസിഷൻ, സി ആണ് ഫൈനൽ പൊസിഷൻ. സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. എത്രയായിരിക്കും അത് ആൻസർ? 25 അല്ലേ? 25 മീറ്റർ. നോക്കൂ നിങ്ങൾ, ഇവിടെ എത്രയാണ് AC? ഡിസ്റ്റൻസ് എത്രയാണ് AC? 50 മീറ്റർ ആണ് അല്ലേ? ഇവിടെ AC എത്രയാണ്? 25 മീറ്റർ ആണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ, ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു നേർരേഖയിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ ദൂരവും സ്ഥാനാന്തരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ദൂരവും സ്ഥാനാന്തരവും അല്ലേ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എങ്ങനെ? ആ ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ എപ്പോഴും ഗ്രേറ്റർ, കൂടുതലായിരിക്കും, അത് ഡിസ്റ്റൻസ് ആയിരിക്കും. മനസ്സിലായിട്ടുണ്ടോ? ദൂരമായിരിക്കും സ്ഥാനാന്തരത്തെക്കാൾ എപ്പോഴും കൂടുതൽ. ഏത് സമയം ഒഴികെ ആ നേർരേഖയിൽ സഞ്ചരിക്കുന്നത് കൂടാതെ അത് മാറ്റി വെച്ചാൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ എപ്പോഴും ഈ ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടുതൽ ആരായിരിക്കും? ഡിസ്റ്റൻസ് ആയിരിക്കും. സ്ഥാനാന്തരത്തിനേക്കാൾ കൂടുതൽ ആരായിരിക്കും? നമ്പറിൽ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ ആരായിരിക്കും? ദൂരമായിരിക്കും. ഓക്കെ, യെസ്. ഇനി എക്സാമ്പിൾ കാണിച്ചു തരണോ? എക്സാമ്പിൾ പറഞ്ഞു തരണോ? ലാസ്റ്റ് എക്സാമ്പിൾ കേട്ടോ. ഞാൻ പറഞ്ഞ് കഴിഞ്ഞ കാര്യം തന്നെയാണ്. ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ കയ്യിൽ എന്തുണ്ട്? ഒരു സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോൺ മുകളിലേക്ക് എറിഞ്ഞ് 10 മീറ്റർ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. എത്രയാണ് ദൂരം? മുകൾക്ക് 10 ആണ്. പ്ലസ് തിരിച്ചു വന്നില്ലേ, അപ്പോൾ എത്ര തന്നെയാണ്? 10 തന്നെയല്ലേ? എത്രയാണത്? 20 മീറ്റർ. ഇതാണ് എന്ത്? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം. ഇനി ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? സ്ഥാനാന്തരം എത്രയായിരിക്കും? ഇനീഷ്യൽ പൊസിഷൻ എവിടെയാണ്? ഈ കുട്ടിയുടെ ഹാൻഡല്ലേ, കൈയല്ലേ? ഫൈനൽ പൊസിഷൻ എവിടെ തന്നെയാണ്? തിരിച്ച് അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ വല്ല ഡിസ്റ്റൻസ് ഉണ്ടാവോ? അല്ല അകലം ഉണ്ടോ? ഒരു അകലില്ല. അവിടെ കൊണ്ട് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം എത്രയായിരിക്കും? അത് 0 മീറ്റർ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതില് സ്ഥാനാന്തരം എത്രയാണ്? 0 മീറ്റർ ആണ്. പക്ഷെ ഫസ്റ്റ് പറഞ്ഞ ദൂരം എത്രയാണ്? 20 മീറ്റർ. കാരണം കൂടുതലല്ലേ? അപ്പൊ എല്ലാ സമയവും ഏതാണ് കൂടുതൽ ഉണ്ടാവല്? ഡിസ്റ്റൻസ്, ദൂരമായിരിക്കും കൂടുതലാവല്. ആരെക്കാളും? ഡിസ്പ്ലേസ്മെന്റിനേക്കാളും അല്ലെ? സ്ഥാനാന്തരത്തെക്കാളും കൂടുതൽ ദൂരമായിരിക്കും. പിന്നെ ഒരു സമയത്ത് മാത്രമേ രണ്ടും തുല്യമായിരിക്കും. അതേ സമയത്താണ്? ഈ വസ്തുക്കൾ സ്ട്രെയിറ്റ് ലൈനിൽ നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ, ട്രാവൽ ചെയ്യുമ്പോൾ. ഇപ്പൊ മനസ്സിലായി ഈ പോയിന്റ്? യെസ്. ഇനി അടുത്ത പോയിന്റ് ആണ് വെലോസിറ്റി ആൻഡ് സ്പീഡ്. സ്പീഡ് ആൻഡ് വെലോസിറ്റി. എന്താണ് സ്പീഡ്, എന്താണ് വെലോസിറ്റി പഠിക്കണം നമുക്ക്. അപ്പോൾ സ്പീഡ് ആൻഡ് വെലോസിറ്റി അല്ലെങ്കിൽ വേഗം, വേഗവും പ്രവേഗവും. വേഗവും പ്രവേഗവും. എന്താണ് സ്പീഡ്? പറയൂ, അറിയോ? നല്ല ഐഡിയ ഉണ്ട് സ്പീഡ്. ഞങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെ? കാറിൽ നമ്മൾ സ്പീഡിൽ പോയി എന്നൊക്കെ പറയും നമ്മൾ അല്ലെ? കാറിൽ വേഗത്തിലേക്ക് സഞ്ചരിച്ചെന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ഒരു ഡെഫിനിഷൻ ഉണ്ട് അതിന്. ഈ വെലോസിറ്റിക്കും സ്പീഡിനൊക്കെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് സ്പീഡ്? സ്പീഡ് ഈസ് ദ distance traveled in unit time. Speed is the distance traveled in unit time. Speed is the distance traveled in unit time. എന്താണ് വേഗം? യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരമാണ് വേഗം. യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരമാണ് വേഗം. ഇനി അടുത്ത പോയിന്റ്, എന്താണ് വെലോസിറ്റി? വെലോസിറ്റി is the displacement in unit time. Velocity is the displacement in unit time. എന്താണ് പ്രവേഗം? പ്രവേഗം എന്താണ്? യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. എന്താണ് വേഗം? യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരമാണ് വേഗം. എന്താണ് സ്പീഡ്? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. വെലോസിറ്റി എന്താണ്? വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്തുണ്ട്? ഒരു ഇക്വേഷൻ ഉണ്ട്. മനസ്സിലായി? അപ്പോൾ ഇക്വേഷൻ എഴുതി തരാം കേട്ടോ. ഞാൻ സമവാക്യം പറഞ്ഞുതരാം. ആദ്യം സ്പീഡ് ആയിക്കോട്ടെ. സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ്?
ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. എന്താണ് വേഗം? വേഗം ഈക്വൽ ടു, വേഗം സമം എന്താണ്? ദൂരം ബൈ സമയം. ഇതാണ് ദൂരം ബൈ സമയമാണ് വേഗം. അപ്പോൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി അടുത്ത നമുക്ക് എന്താ പഠിക്കാനുള്ളത്? വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. അപ്പൊ എന്താണ് വെലോസിറ്റി? നോക്കൂ, അവിടെ ഡിസ്റ്റൻസ് ആണ്. ഞാൻ അവിടെ എന്താ പറഞ്ഞത്? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. എന്താണ് പ്രവേഗം? സ്ഥാനാന്തരം. സ്ഥാനാന്തരം ബൈ സമയം. മനസ്സിലായോ? അപ്പോ സ്പീഡ് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? വേഗം എന്താണ്? ദൂരം ബൈ സമയമാണ് വേഗം. വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. പ്രവേഗം എന്താണ്? സ്ഥാനാന്തരം ബൈ സമയം. ഇനി നമുക്ക് ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്യാൻ കേട്ടോ. ചെയ്ത് നോക്കിയാലോ? ശരി. നോക്കൂട്ടോ നിങ്ങള്. അപ്പോ ഒരു പേഴ്സൺ, ഒരാളെന്ത് ചെയ്യാണ്? എയിൽ നിന്നും ബിയിലേക്ക് പോവുകയാണ്. എയിൽ നിന്നും ബിയിലേക്ക് പോവുകയാണ്. എത്രയാണ് ദൂരം? ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്രയാണ്? അത് 100 മീറ്റർ ആണ്. എത്രയാണത്? 100 മീറ്റർ ആണ്. ഈ എയിൽ നിന്നും ബിയിലേക്ക് പോകുമ്പോഴുള്ള ദൂരം 100 മീറ്റർ ആണ്. ഇയാൾ എയിൽ നിന്നും ബിയിലേക്ക് എത്ര സമയം കൊണ്ടാണ് പോയത്? 10 സെക്കൻഡ് കൊണ്ടാണ്. 10 സെക്കൻഡ് കൊണ്ടാണ് എയിൽ നിന്നും ബിയിലേക്ക് പോയത്. മനസ്സിലായോ? എയിൽ നിന്നും ബിയിലേക്ക് പോയത് എത്ര സെക്കൻഡ് കൊണ്ടാണ്? 10 സെക്കൻഡ് കൊണ്ട്. എത്ര മീറ്റർ സഞ്ചരിച്ചു? 100 മീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ വേഗവും പ്രവേഗവും കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡ് വെലോസിറ്റി എന്ത് ചെയ്യാൻ നിങ്ങൾ കണക്കാക്കണം. അപ്പോൾ എന്താണ് സ്പീഡ് കാണുന്ന ഇക്വേഷൻ? യെസ്, സ്പീഡ് ഈസ് ഈക്വൽ ടു അല്ലേ? അല്ലെങ്കിൽ വേഗം ഈക്വൽ ടു എന്താണ്? പറയൂ. ദൂരം ബൈ സമയം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ എന്താണ്? ടൈം അല്ലേ? രണ്ടും പറയാം. ഇംഗ്ലീഷാണ് മലയാളം അല്ലേ? അപ്പൊ എത്രയാണ് ദൂരം? 100 അല്ലേ? 100 ആണ് ദൂരം. ബൈ സമയം എത്രയാണ്? 10 സെക്കൻഡ് ആണ്. അപ്പൊ എത്ര ആൻസർ? 100/10 എത്രയാണ്? യെസ്, ആൻസർ എത്രയാണ്? 10. യെസ്. നമുക്ക് ഇതിന് എന്ത് വേണം? യൂണിറ്റ് വേണം അല്ലേ? ഈ സ്പീഡിന് വെലോസിറ്റിക്കൊക്കെ എന്ത് വേണം? യൂണിറ്റ് വേണം. പ്രവേഗത്തിനും വേഗത്തിനൊക്കെ എന്ത് വേണം? യൂണിറ്റ് വേണം. ആ യൂണിറ്റ് നമ്മൾ എവിടെ നിന്നാണ് കണ്ടെത്തല്? അത് നമ്മൾ ഇക്വേഷനിൽ നിന്നാണ് കണ്ടെത്തല്. യൂണിറ്റ് നമ്മൾ എവിടെ നിന്നാണ് കാണല്? ഇക്വേഷനിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ദൂരത്തിന്റെ യൂണിറ്റ് എന്താണ്? പഠിച്ചു നേരത്തെ. ദൂരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഇനി ഇവിടെ ഡിവിഷൻ അല്ലേ? അവിടെ കൊടുക്കുക ഡിവിഷൻ ബൈ. ഇനി സമയത്തിന്റെ, ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് അല്ലേ? അപ്പോൾ ഇതാണ് യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ്. ഇയാളെ പ്രവേഗം, ഇയാളെ വേഗം, ഈ പേഴ്സന്റെ വേഗം അല്ലെങ്കിൽ സ്പീഡ് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി വെലോസിറ്റി, പ്രവേഗം എത്രയായിരിക്കും? അത് പറഞ്ഞു നോക്കൂ നിങ്ങൾ. വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എത്രയായിരിക്കും? സ്ഥാനാന്തരം അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ബൈ സമയമായിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? ഇയാളെ ഇനീഷ്യൽ പൊസിഷൻ എവിടെയല്ലേ? എ. ഫൈനൽ പൊസിഷൻ എവിടെയാണ്? ബി. സ്ട്രെയിറ്റ് വരക്കുക. എത്ര തന്നെയാണ്? അതും 100 തന്നെയാണ്. 100 മീറ്റർ ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 10 സെക്കൻഡ്. അപ്പൊ എത്ര ആൻസർ നമുക്ക് കിട്ടുക? 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ സ്പീഡും വെലോസിറ്റിയും അല്ലെങ്കിൽ പ്രവേഗവും വേഗവും തുല്യമല്ലേ? അത് എന്തുകൊണ്ടാണ്? ഈ വസ്തു അല്ലെ, ഇയാൾ എങ്ങനെയാണ് ചലിച്ചത്, മൂവ് ചെയ്തത് എങ്ങനെയാണ്? നേർരേഖയിലായത് കൊണ്ടാണ്, സ്ട്രെയിറ്റ് ലൈനിൽ ആയത് കൊണ്ടാണ്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കല്ലേ? യെസ്, നിങ്ങൾ ആൻസർ പറഞ്ഞു കേട്ടോ. എ ബി സി. നമുക്ക് എന്ത് ചെയ്യണം? ഒരാൾ എയിൽ നിന്നും ബി വഴി ഒടുക്ക് പോയിട്ടുണ്ട്, സിയിലേക്ക് പോയിട്ടുണ്ട്. എയിൽ നിന്നും ബി വഴി സിയിലേക്ക് പോയിട്ടുണ്ട്. എയിൽ നിന്നും ബിയിലേക്ക് എത്ര മീറ്റർ ആണ്? 100 മീറ്റർ. ബിയിൽ നിന്നും സിയിലേക്ക് എത്ര മീറ്റർ ആണ്? 50 മീറ്റർ. എയിൽ നിന്നും സിയിലേക്ക് എത്രയാണ്? 75 മീറ്റർ ആണുള്ളത് കേട്ടോ.
ശ്രദ്ധിക്ക്, ഇയാൾ എയിൽ നിന്നും ബി വൈ സിയിലേക്ക് പോകാൻ എത്ര ടൈം എടുത്തിട്ടുണ്ട്? 10 സെക്കൻഡ് ആണ് കേട്ടോ. എത്ര ടൈമാണ്? 10 സെക്കൻഡ് സമയം എടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കൂ, ഒരാൾ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്തില്ലേ, ചലിക്കാണ്, ട്രാവൽ ചെയ്യാണ്. എങ്ങനെയാണ്? എയിൽ നിന്നും ബി വൈ സിയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് എത്ര മീറ്റർ ഉണ്ട്? 100 മീറ്റർ, 100 മീറ്റർ ആണ്. ബിയിൽ നിന്നും സിയിലേക്ക് എത്രയാണ്? 50 മീറ്റർ, 50 മീറ്റർ ആണ്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇയാൾ എയിൽ നിന്നും ബി വൈ സിയിലേക്ക് എത്ര സമയം എടുത്തിട്ടുണ്ട്? 10 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ സ്പീഡും വെലോസിറ്റിയും കണക്കാക്കുക, അല്ലെങ്കിൽ വേഗവും പ്രവേഗവും കണക്കാക്കുക. സിമ്പിൾ അല്ലേ? ചെയ്ത് നോക്കാം നമുക്കൊന്ന്. എങ്ങനെയാണ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ? എന്താണ് സ്പീഡ് അല്ലെങ്കിൽ വേഗം? പറയൂ. വേഗം ഈക്വൽ ടു എന്താണ്? ദൂരം ബൈ സമയം, അല്ലെങ്കിൽ പറയും ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ദൂരം ബൈ സമയം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് എന്ത്? സ്പീഡ് അല്ലെങ്കിൽ വേഗം. എത്രയാണ് ദൂരം? എയിൽ നിന്നും ബി വൈ സിയിലേക്ക് എത്ര ദൂരം എടുത്തിട്ടുണ്ട്? 100 പ്ലസ് 50 അല്ലേ? 100 പ്ലസ് 50 ഡിവൈഡ് ബൈ ടൈം എത്രയാണത്? 10 സെക്കൻഡ് തന്നെയാണ് അല്ലേ? അപ്പോൾ 100 പ്ലസ് 50 എത്രയാണ്? 150 ഡിവൈഡ് ബൈ 10. ദെൻ നമുക്ക് എത്ര ആൻസർ കിട്ടും? 15 അല്ലേ? 15 ആണ് സ്പീഡ് അല്ലെങ്കിൽ വേഗം. യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ഇപ്പോൾ സ്പീഡ് അല്ലെങ്കിൽ വേഗം. ഇനി ഇയാളുടെ എന്ത് കാണാൻ പറഞ്ഞു ഇങ്ങോട്ട്? വെലോസിറ്റി. പ്രവേഗം ഇങ്ങനെ കാണുന്നത് എങ്ങനെയാണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു വെലോസിറ്റി, അല്ലെങ്കിൽ പറയും പ്രവേഗം ഈക്വൽ ടു എന്താണ്? സ്ഥാനാന്തരം, അല്ലെങ്കിൽ പറയും ഇംഗ്ലീഷ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ സമയം അല്ലെങ്കിൽ ടൈം അല്ലേ? എത്രയാണ് സ്ഥാനാന്തരം? ഇയാൾ ഇനീഷ്യൽ പൊസിഷൻ എവിടെയാണ്? എ അല്ലേ? ഇയാളെ ഫൈനൽ പൊസിഷൻ എവിടെയാണ്? സി അല്ലേ? എയിൽ നിന്നും സിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്റ്റെല്ലിയം വയ്ക്കുക. എത്രയാണത്? 75 അല്ലേ? 75 ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? ടൈം ഇതിന് കൊടുക്കണം കേട്ടോ. ടൈം വേറെ തരില്ല, ടൈം തന്നെ ആയിരിക്കും. എത്രയാണ് ടൈം? 10. അപ്പോൾ ഈക്വൽ ടു എത്ര ആൻസർ? 7.5 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് എന്ത്? ഇയാളുടെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. അപ്പോൾ സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് പ്രവേഗം കാണാൻ മനസ്സിലായില്ലേ? വേഗം കാണാൻ മനസ്സിലായില്ലേ? സ്പീഡ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക്? യെസ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചെയ്യാനുള്ള പ്രോബ്ലംസ് ഒക്കെ കേട്ടോ, അത് ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ. Zero second, 2 second, 4 second, 8 second, 10 second, 12 second, then അടുത്തത് 14 second. നെയിം കൊടുത്തു. എ ബി സി ഡി ഇ എഫ് ജി. എയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര കൊടുക്കുക? നിങ്ങൾ പറഞ്ഞോളൂ. 5 വേണ്ട, നമുക്ക് 6 മീറ്റർ ആണ് കേട്ടോ. എയിൽ നിന്ന് ബിയിലേക്ക്. ബിയിൽ നിന്നും സിയിലേക്ക് എത്രയാണ്? അത് നമുക്കൊരു 8 മീറ്റർ കൊടുക്കാം. ദെൻ സിയിൽ നിന്നും ഡിയിലേക്ക് എത്രയാണ്? അത് നമുക്ക് ഒരു 10 മീറ്റർ കൊടുക്കാം. ഇതൊരു 6 മീറ്റർ കൊടുക്കാം. ഇതൊരു 4 മീറ്റർ കൊടുക്കാം. ഇതൊരു 2 മീറ്റർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും നോക്കണം കേട്ടോ. നിങ്ങൾ ഡിസ്റ്റൻസ് നോക്കേണ്ട ആവശ്യമില്ല, വെറുതെ കൊടുത്തു വേണം നമ്പർ. അപ്പോൾ നിങ്ങൾ എന്ത് കാണണം? നമുക്ക് സ്പീഡ് കാണണം, വേഗം കാണണം കേട്ടോ. ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക ഒബ്ജക്റ്റിൻ്റെ വേഗം കാണണം. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ എ ടു ബി, എയിൽ നിന്നും ബിയിലേക്കുള്ള ഈ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? സ്പീഡ് കാണുന്ന ഇക്വേഷൻ എന്താണ്? വേഗം കാണുന്ന ഇക്വേഷൻ ദൂരം ബൈ സമയം അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എത്രയാണ് എയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്? 6 അല്ലേ? 6 ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? നിങ്ങൾ ഇതാണ് ഫൈനൽ ടൈം. ഈ ഫൈനൽ ടൈമിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇനീഷ്യൽ ടൈം കുറച്ചാൽ മതി. 2 മൈനസ് 0 എത്രയാണ് ടൈം? 2 സെക്കൻഡ് അല്ലേ? അപ്പോൾ എയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 മീറ്റർ ആണ്. ദൂരം ടൈം എത്രയാണ്? 2 സെക്കൻഡ് ആണ്. അപ്പോൾ എത്രയായിരിക്കും? ഈ എയിൽ നിന്ന് ബിയിലേക്ക് പോകാനുള്ള ഒബ്ജക്റ്റിന്റെ വേഗം സ്പീഡ് എത്രയായിരിക്കും? 3 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ബി ടു സി, ബിയിൽ നിന്നും സിയിലേക്ക്
എത്രയാണ് ഡിസ്റ്റൻസ്, ദൂരം എത്രയാണ്? 8 അല്ലേ, 8 അല്ലേ? സമയം എത്രയാണ്? 4 - 2 അല്ലേ, 4 - 2 അല്ലേ, എത്രയാണത്? 2n അല്ലേ? അപ്പോൾ 4 m/s ആണ് അതിൻ്റെ വേഗം. ഇനി സിയിൽ നിന്നും ഡിയിലേക്ക് ആ കാറിൻ്റെ വേഗമാണ് കേട്ടോ. സിയിൽ നിന്നും ഡിയിലേക്ക് എത്രയാണത്? 10 / 8 - 4. 8 - 4 എത്ര സമയം എത്രയാണ് പറയും? 4 അല്ലേ? അപ്പോൾ 10 / 4 എത്രയായിരിക്കും? 2 അല്ലേ? 2.5 m/s. അപ്പോൾ സിയിൽ നിന്ന് ഡിയിലേക്ക് എത്തിട്ടോ. അടുത്ത ഡിയിൽ നിന്നും ഇയിലേക്ക് പറയൂ. ഡിയിൽ നിന്നും ഇയിലേക്കുള്ള ഡിസ്റ്റൻസ്, സ്പീഡ് അല്ലെങ്കിൽ വേഗം എത്രയായിരിക്കും? അതിന് ഡിസ്റ്റൻസ് കാണണം. ഡിയിൽ നിന്നും ഇയിലേക്ക് ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. 6 / ടൈം എത്രയാണ്? 10 - 8 പറയൂ. 2. 6/2 3 m/s. ഇനി അടുത്തത് നമുക്ക് എത്രയാണ് കാണുന്നത്? ഇയിൽ നിന്നും എഫിലേക്ക്. ഇയിൽ നിന്നും എഫിലേക്കുള്ള ദൂരം എത്രയാണ്? 4 മീറ്റർ ആണ് അല്ലേ? 4 എന്നല്ലേ? 4 / ടൈം എത്രയാണ്? 2 സെക്കൻഡ്. അപ്പോൾ എത്ര ആൻസർ? 4/2 2 m/s. ഇനി അടുത്തത് എഫിൽ നിന്നും ജിയിലേക്ക് എത്രയാണ് ഡിസ്റ്റൻസ്? 2 മീറ്റർ ആണല്ലേ? 2 / ടൈം എത്രയാണ്? 4 സെക്കൻഡ്. 14 സെക്കൻഡ് - 12 സെക്കൻഡ്. എത്രയാണ് ആൻസർ? 2 സെക്കൻഡ്. അപ്പോൾ എത്രയായിരിക്കും? 2/2 1 m/s. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഇവിടെ കാറാണെങ്കിൽ ആ കാറിന്റെ എയിൽ നിന്നും ബിയിലേക്കുള്ള ആ ഒരു സമയത്തുള്ള സ്പീഡ് എത്രയാണ്? 3 m/s ആണ്. ബിയിൽ നിന്നും സിയിലേക്കുള്ള ആ സമയത്തുള്ള സ്പീഡ് എത്രയാണ്? 4 m/s ആണ്. ഇവിടെ ആകുമ്പോൾ 2.5 m/s ആണ്. ഇവിടെ 3 m/s ആണ്. ഇവിടെ 2 m/s ആണ്. ഇവിടെ ആകുമ്പോഴോ 1 m/s ആണ് അല്ലേ? അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെയൊക്കെ ഈ സ്പീഡ് വേഗമൊക്കെ തുല്യമാണോ? ആണോ? ഇവിടെ എന്തല്ല, തുല്യമായിട്ടുള്ള സ്പീഡല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും ഇതിനെ? പറയൂ, അസമവേഗം എന്ന് പറയും. എന്ത് പറയും നമ്മൾ? അസമവേഗം എന്ന് പറയും. മറന്നു പോകാൻ പാടില്ല. നോൺ യൂണിഫോം സ്പീഡ്. എന്താണ് നോൺ യൂണിഫോം സ്പീഡ്? കേട്ടോ, ഞാൻ ഇവിടെ എഴുതി തരാം. നോൺ യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ അസമവേഗം എന്ന് പറയും. അസമവേഗം എന്ന് പറയും. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? ഈ വേഗമൊക്കെ വ്യത്യാസം ഉണ്ടായത് കൊണ്ടാണ്. ഈ വേഗമൊക്കെ വ്യത്യാസം ഉണ്ടായത് കൊണ്ടാണ് എന്ത് പറയുന്നത് ഇതിനെ അസമവേഗം അല്ലെങ്കിൽ നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എന്ത് പറയാം? വെലോസിറ്റിയെ പഠിച്ച് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. നിങ്ങൾ പഠിച്ചു തന്നെയാണ്. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു നോക്കാം. ശരി, താങ്ക് യു.